5 സുന്ദരികൾ. എല്ലാ ദിവസവും രാത്രി 9:30 നമ്മുടെ സ്വന്തം സൂര്യ TV. ഇവള് കൊള്ളലോടാ. വാടാ, നമുക്കൊന്ന് മുട്ടി നോക്കാം. വാ. ഹലോ. എന്താണ് നിന്റെ പ്രശ്നം? നീ സഹകരിച്ചാ തീരുന്ന പ്രശ്നേ ഉള്ളൂ, അല്ലെങ്കിൽ നിനക്ക് കഷ്ടകാലം തുടങ്ങും. ഒന്ന് പോടാ. അങ്ങനങ്ങ് പോയാലോ? ഇതോ നല്ല അസല് മലനാടൻ പെപ്പർ സ്പ്രേ. മതിയോടാ സഹകരിച്ചത്. ഒരു മികച്ച ബോക്സറാണ് ഇവൾ. മുംബൈ പോലീസിലെ പ്രഭാകർ IPSന്റെയും IAS ഓഫീസർ സുചിത്ര നായരുടെയും ഏക മകൾ. പ്രൊഫഷണൽ ഈഗോ കാരണം ഇവരുടെ പാരന്റ്സ് ഡൈവോഴ്സ്ഡ് ആണ്. രണ്ടിടത്തും പോകാതെ ഒറ്റയാനായി നടക്കുന്ന പെൺകുട്ടിയാണ് ഇവൾ. 5 പേരിൽ ഏറ്റവും അപകടകാരി ഇവളാ. ഷീ ഈസ് ബോൾഡ് ആൻഡ് വെരി ഷാർപ്പ്. ഇവളാണ് 5 പേരുടെയും ലീഡർ. 5 പേരും മുമ്പ് പഠിച്ചിരുന്ന കോളേജിൽ വലിയ പ്രശ്നക്കാരായിരുന്നു. അതിനുള്ള അവസരം ഇവിടെ ഉണ്ടാക്കരുത്. റോസ്മേരി ഹൗസിൽ ഇപ്പൊ തന്നെ ചില പ്രശ്നക്കാരുണ്ട്. പക്ഷേ ഒരാളെയും തലപൊക്കാൻ ഞാൻ അനുവദിച്ചിട്ടില്ല. ഇവളുമാർ 5 ഒരുമിച്ച് വന്നാലും റോസ്മേരി ഹൗസിൽ ഒരു ചുക്കും നടക്കില്ല. ഇത് ഞാൻ ഡീൽ ചെയ്തോളാം. റീനാമയെ കൊണ്ടേ അത് പറ്റൂ. ഈ 5 പേരെ എങ്ങനെ സ്വീകരിക്കണമെന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. അവര് വരട്ടെ. അങ്ങനെ നീണ്ട 4-5 മാസങ്ങൾക്ക് ശേഷം നമ്മളെല്ലാവരും ഒരുമിച്ച് താമസിക്കാൻ പോകുന്നു. വീടെന്ന തടവറയിൽ നിന്നും സർക്കസ് കൂടാരത്തിലേക്ക്, അല്ലേ? റോസ്മേരി ഹൗസ് നമ്മൾ മുമ്പ് താമസിച്ച ഹോസ്റ്റൽ പോലെ അലമ്പായിരിക്കുമെന്ന് ആർക്കറിയാം? ഫുഡ് കഴിക്കും പറയാം ഹോസ്റ്റലിലെ റേഞ്ച് എന്താണ്. ഇപ്പൊ ഏത് തടവറയായാലും അവിടെ പോയി കിടന്നല്ലേ പറ്റൂ. എല്ലാം നമ്മുടെ വീട്ടുകാര് തീരുമാനിച്ചുറപ്പിച്ചു കഴിഞ്ഞില്ലേ? അമ്മേ, അമ്മേ, എന്താ മോനെ? ഈ ആറ്റുകാൽ അമ്പലത്തിലേക്കുള്ള വഴി ഏതാ? അമ്മേ മഹാമായേ, 2 ദിവസമായി ഞാൻ പൊന്നമ്മച്ചിയുടെ നടയിൽ പോണോന്ന് ആലോചിച്ചോണ്ടിരിക്കുവായിരുന്നു. അതെ, ദേ അങ്ങോട്ട് പോകുമ്പോ ഇടത്തോട്ടോ, കുറച്ചുകൂടെ അപ്പുറത്തോട്ട് പോകുമ്പോ വലത്തോട്ടോ പോയാ മതി. കുഴപ്പമൊന്നുമില്ല മോനെ. അയ്യോ എന്റെ പൈസ, അയ്യോ എന്റെ പൈസ കൊണ്ടുപോയേ. അവന്മാരെ അമ്മച്ചിയുടെ ബാഗ് തടിക്കൊണ്ട് പോണേ. എന്തേ? അത് തന്നെയാ. നോക്കി, നീ പോണു. ഒന്ന് പോ. നിർത്ത. എന്റെ പൈസ എല്ലാം പോയേ.
കാശ് മുഴുവൻ നീ ഒന്ന് വന്നേ. എന്താ അമ്മച്ചി? എന്റെ കാശ് മുഴുവൻ അവന്മാർ രണ്ടുപേരും കൂടെ കൊണ്ടുപോയി മക്കളെ. ആയിരിക്കും പേഴ്സ് എടുത്തോണ്ട് പോയിന്ന്. ഞാൻ കുടുംബശ്രീ നടത്തിയ കാശാ. ദേ അവര് പോയടി. അമ്മച്ചിയുടെ ബാഗ് എടുത്തോണ്ട് പോയിന്ന്. ഇനി എന്ത് ചെയ്യാൻ പറ്റും? അവരെ പൊക്കിയെടുത്ത് വണ്ടിയിലിട്, നമുക്ക് നോക്കാം. ഇവനൊക്കെ കേറി പിടിക്കാതെ പോണേ. നമുക്ക് അവരെ ഓടിച്ചിട്ട് പിടിക്കാം. അങ്ങോട്ടാ പോയേ. എന്റെ കാശ് കിട്ടുമോ മക്കളെ? അവനിട്ട് രണ്ട് പൊട്ടിച്ചിട്ടാണെങ്കിലും അമ്മച്ചിയുടെ കാശ് ഞങ്ങൾ വാങ്ങിച്ചു. നമുക്ക് വാങ്ങി. ഇന്ന് അവന്റെ അവസാനം. എവിടെ 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 പോന്നു. അയ്യോ എന്റെ കാശ് പോയേ. ഇവന്മാരിത് ഇങ്ങോട്ട് പോയി. അയ്യോ ദേ പോലീസ്. അവരോട് എന്റെ കാശ് വാങ്ങിത്തരാൻ പറ മക്കളെ. പോലീസിനോട് പറഞ്ഞാൽ കാശൊന്നും കിട്ടൂല. പോലീസുകാർ കാണും മുന്നേ അവന്മാരെ നമ്മൾ പിടിക്കാൻ പറ്റി. അത് തന്നെ. നിർത്താതെ പോ. അയ്യോ ഇല്ലെങ്കിൽ മിസ്സായി പോവും. പോ. ഒന്ന് മാറടി. എന്റെ പൊന്നു സാറേ, എന്നെ സഹായിക്കണേ. സാറേ ഏതോ സ്ത്രീയുടെ നിലവിളിയില്ല കേട്ടത്. എന്നെ വണ്ടി കയറ്. കൊണ്ടുപോണേ. നിങ്ങൾ എന്നെ എങ്ങോട്ട് കൊണ്ടുപോവാ? എന്നെ കൊല്ലാൻ കൊണ്ടുപോവാണോ പിള്ളേരെ? എനിക്കതൊന്ന് പറഞ്ഞതാ. അമ്മച്ചിക്ക് കാശ് വേണോ വേണ്ടയോ? അമ്മച്ചിയുടെ കാശിന് വേണ്ടിട്ടാ ഞങ്ങൾ മരണവെപ്രാളപ്പെടുന്നത്, അറിയോ? ഞാനിപ്പോ ചത്തുപോവേ. വേഗം പോ. ഞാനൊരു ഹൃദ്രോഗിയാ. അമ്മച്ചി കരയാതെ ഇത് കഴിച്ചോ? കൊണ്ടുപോടി നിന്റെ മുറുക്ക് കിറുക്കൊക്കെ. എനിക്ക് നിന്റെ മുറുക്കൊന്നും അല്ല വേണ്ടത്. എന്തൊരു ശ്വാസമാണ്. ഞങ്ങൾ ഓക്സിജൻ വാങ്ങാൻ മറന്നുപോയി അമ്മച്ചി. അയ്യോ എനിക്ക് വയ്യേ. ഞാനിപ്പോ ചത്തുപോവേ. കഷ്ടമായിട്ട്. കിരണേ, അമ്മച്ചി വടിയായ നമ്മളൊക്കെ അകത്താവും. അതെ, അമ്മച്ചിയെ കറുത്ത് പ്രശ്നം ഉണ്ടാക്ക. ഇതിലെവിടെയെങ്കിലും ഇറക്കി വെച്ചാലോ? എവിടെയെങ്കിലും നിർത്തി വരും ഇറക്കി വിടും. അല്ലേ ടാസ്ക് ആവും. വേഗം നിർത്ത്. അമ്മച്ചി വിഷമിക്കണ്ടേ? എല്ലാം ശരിയാക്കി തരാം അല്ലേ? ശരിയാക്കി തരാം. എല്ലാം ശരിയാക്കാം. ഇറങ്ങമ്മച്ചി. എന്റെ കാശ് കിട്ടുമോ മക്കളെ? കിട്ടും അമ്മച്ചി. അമ്മച്ചി എല്ലാം ശരിയാക്കി തരാം. ഇവിടെ ഇരിക്കും. ശുദ്ധവായുവൊക്കെ ശ്വസിക്കും. ഇവിടെ ഇരിക്കും. ഞങ്ങള് പോയി കളരെയും പിടിച്ച് പൈസ കൊണ്ടുവരാം. ഇവിടെ ഇരുന്നോ. ഇത് വെച്ചോ. ദേഷ്യം വരുമ്പോഴേ കടിച്ചു മുറിയാം. അമ്മച്ചി ഇവിടെ തന്നെ ഇരിക്കണേ. ഞങ്ങള് പോയിട്ടേ ഇപ്പൊ വരാം. ചാച്ചാ.